കളറുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഹെഡിങ്സ് യൂസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കമ്പനീസും ATS CVs വെച്ചിട്ടാണ് അവരുടെ ഇനീഷ്യൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. Even though ATS CVs are important, many of the companies, many of the organizations still doing recruitment process by manually. അല്ലെങ്കിൽ അവരൊരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ടല്ലോ, CVs ഇമെയിൽ റിസീവ് ചെയ്യുന്നു, അത് ബൈ ഹ്യൂമൻ അത് സ്കാൻ ചെയ്യുന്നു, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് എങ്ങനെയാണ് CV നമ്മുടെ ഒരു നോർമൽ CVയെ ATS CVയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് എങ്ങനെ നമ്മുടെ സ്പെസിഫിക് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വെച്ചിട്ട് ഒരു ATS CVയിലേക്ക് എങ്ങനെ നമുക്ക് പോകാം. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 2-3 CVs, അതായത് ATS ഫ്രണ്ട്ലി അല്ലാത്ത 2-3 CVSൻ്റെ ഇമേജസ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ATS ഫ്രണ്ട്ലി CV എന്നൊക്കെ പറയുമ്പോൾ തന്നെ കേൾക്കുന്ന വേർഡാണ് കീവേഡ്സ് എന്നുള്ളത്. കീവേഡ്സ് എന്ന് പറയുമ്പോൾ പലരും കൺഫ്യൂസ്ഡ് ആണ്, എന്ത് വേർഡുകളാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഇതിൽ മെയിൻ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ജോബ് വേക്കൻസി കാണുകയാണ്. ജോബ് വേക്കൻസി കാണുമ്പോൾ ബ്ലൈൻഡായിട്ട് അപ്ലൈ ചെയ്യാതെ അത് റീഡ് ചെയ്യുക. അതായത് അതിലൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പർച്ചേസർ അല്ലെങ്കിൽ ഒരു പ്രൊക്യൂർമെൻറ്റ് ഓഫീസറുടെ വേക്കൻസി ആണെങ്കിൽ അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് അതിൽ അവർ പർട്ടിക്കുലർ കീവേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ CVക്കകത്ത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പർച്ചേസർ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു വേക്കൻസിയിലേക്ക് ഒരു CV സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെയിനായിട്ടുള്ള കീവേഡ്സ് നോക്കുന്നത് 1-2 ഞാൻ പറയാം. പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസ്, അതൊക്കെ ആസ് യൂഷ്വൽ അങ്ങനെ വരും. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെണ്ടർ ഐഡൻറ്റിഫിക്കേഷൻ, വെണ്ടർ സോഴ്സിങ്, അതുപോലെ തന്നെ വെണ്ടർ കമ്പാരിസണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കോസ്റ്റ് റിഡക്ഷൻ, നെഗോഷിയേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻവോയ്സ് സബ്മിറ്റിംഗ്, അങ്ങനെയുള്ള ഈ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില വേർഡ്സുകളുണ്ട്. അത് സോഫ്റ്റ്വെയർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെയുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ ആ CV അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, സ്ക്രീൻ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സുകൾ നമ്മുടെ CVയിൽ, നമ്മുടെ ജോബിൻ്റെ എന്താണോ നമ്മുടെ പ്രൊഫൈല്, ഇപ്പോൾ പർച്ചേസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ്, HR, അഡ്മിന്, അങ്ങനെ ഏത് തരം ജോബാണോ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതല്ല ആ ജോബ് വേക്കൻസിയോടൊപ്പം വരുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അപ്പോൾ അതിലുണ്ടാവും, അതിൽ ആ ഡിസ്ക്രിപ്ഷനിലെ വേർഡുകൾ നമ്മുടെ CVയിലേക്ക്. മിക്കപ്പോഴും ചില ആൾക്കാർ അൺയൂഷ്വൽ ഹെഡിങ്സ് യൂസ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, സ്കില്ല് എന്നതിനൊക്കെ പകരം ചില ഫാൻസി ഹെഡിങ്സ് ലൈക്ക് മൈ ജേർണി എന്നും അല്ലെങ്കിൽ വാട്ട് ഐ ഡു എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില ഹെഡിങ്സുകൾ CV